മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് പോകാനുള്ള മൂഡിലാണ് കേട്ടോ. അപ്പം ഞങ്ങളൊന്നതേ കുഞ്ഞു ട്രിപ്പിലാണ്. ട്രിപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ പോണത്. ഞങ്ങളിന്ന് പോയതുണ്ടല്ലോ മറ്റത്തൂര് കോടാലി ആ ഭാഗത്ത് ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പം ഞങ്ങൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങളപ്പോൾ കാവ്യയുടെ വീട്ടിലേക്ക് പോയി. നേരെ പിന്നെ ദേ ഹോട്ടലിലേക്കാണ് പോയത്. KL ബിരിയാണി കട അങ്ങനെ എന്തോ കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വേട്ടത് ദേ നമ്മുടെ മലബാർ ഹോട്ടലിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ദേ സുഭിക്ഷമായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു വയറൊക്കെ നിറച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ നമുക്കിനി എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള സ്ഥലം തപ്പണം. ഞങ്ങൾക്ക് ആർക്കും സ്ഥലം ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ സ്ഥലം പോവാണ് കേട്ടോ. എവിടെയായിരുന്നു? അതെ. ഓയ്യോ എന്നിട്ട് പോവാ? സ്ഥലം കിട്ടിയാ? വഴി അവസാനിക്കുന്നിടത്തല്ലേ? ഓടിട്ട വീട്, അടച്ചിട്ട ഗേറ്റ്, സ്ലാബിട്ട വഴി, ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ഇതിൽ കൂടെ അങ്ങോട്ട് പോകണം. അതാണ് സൂചന വന്നേക്കണേ. പോസ്റ്റിട്ട വഴി പോവാന്ന്. ഇത് ഇവിടെ നിറച്ച് ചെളിയാന്ന്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു പോയിപ്പോൾ കുറേ അടയാളങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അടയാളം വെച്ച് ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അവിടെയൊക്കെ പച്ച ഷീറ്റൊക്കെ കെട്ടി മറച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കയറ്റി വിടുന്നില്ല. അപ്പോൾ അവിടുത്തെ വീട്ടുകാർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ അങ്ങോട്ട് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കെട്ടിയെന്നാണ് അവർ പറയണത്. പക്ഷേ ഞങ്ങൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ വഴി കൂടെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവിടെ വെള്ളം, അവിടെ വെള്ളമുണ്ട്. ഓ റബ്ബറിൻ തോട്ടം അടിപൊളി. അവിടെ കാനയില വെള്ളമുണ്ട്. പുലിയാ? വല്ല പുലി ഉണ്ടാവോന്ന് പറയാൻ പറ്റില്ലാട്ടാ. ശരിയാണ്. അവിടെ ഭയങ്കര വലിയ കുറെ വഴിയുണ്ട്. നമ്മൾ തന്നെ പോണായിരുന്ന വേറെ ആൾക്കാരെ വിളിക്കാം. പേടിയാവുന്നു. എൻ്റെ ഈശ്വര, കാട് കൊടുങ്കാടാണ്, ഒരാളുമില്ല. പേടിയാവുണ്ടെന്ന് വന്നെനിക്ക് പേടിയാവുണ്ട്, എല്ലാവർക്കും പേടിയാവുണ്ട്. അടിപൊളി. അതാണ് പന്നി ഫാം. പന്നിയുടെ ഫാം കുറേ ഏരിയുണ്ട്. ഞങ്ങൾക്ക് പേടിയായ കാരണം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഭയങ്കര ഇരുട്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കിടക്കുകയാണ്. നമുക്കൊരു ദിവസം വരാം. കേൾക്കണ്ടോ? എല്ലാവരും തിരിച്ചു പോണ പേടി. വന്ദനയാണെങ്കിൽ പുലി ഇറങ്ങുമെന്ന് വിചാരിച്ച് ഹെൽമെറ്റ് തലയിൽ വെച്ചാണ് നടക്കുന്നത്. തലയെങ്കിലും ബാക്കി ഇട്ടട്ടെ എന്ന് വിചാരിച്ച്. അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തി പോയി. ഞങ്ങള് ഈ വെള്ളച്ചാട്ടം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണല്ലോ, സൂപ്പർ. അടിപൊളി, നല്ല തണവുണ്ട്, അടിപൊളി. വാവ്, എന്താ നല്ല. ഏയ് അവിടെ കുഴി ഉണ്ടാവട്ടാ. ചാടുന്നുണ്ട്, അവിടെ ചാടുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കടി, ഇവിടെ സുഖമായിട്ട് കുളിക്കല്ലേ. ആ വീട്ടുകാരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ടാവും. നല്ല തണുപടി. അതെ അതെ, പുലി വരുമ്പോൾ തലയെങ്കിലും ബാക്കി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന വന്നിട്ട് കാണുന്നത്.
എന്തേ ഓ അഗാധമായ കറുത്തമുണ്ട്. ആ കറുത്തത്തിലേക്ക് എത്തിന്ന് പറയാനാടി ഇതേ കാണിച്ചു കൊടുത്തത്. ഞങ്ങൾ ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചു. ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മുടെ റബ്ബർ തോട്ടത്തിന്റെ നടുവിൽ കൂടെ ഒരു തോട് പോണ്ട്. അടിപൊളി സ്ഥലം. നമുക്ക് കുളിക്കാൻ പറ്റാം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു പോയ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും ദേ ഈ കുഞ്ഞു വെള്ളച്ചാട്ടം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു കേട്ടോ. ഞങ്ങൾ അന്വേഷിച്ചു പോയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേ ഇങ്ങനെ ഒരു വലിയൊരു റബ്ബറും തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. എന്താണെന്ന് വെച്ചാൽ വലിയ റബ്ബറും തോട്ടം. അവിടെ ആ ചീവിടിൻ്റെ കരച്ചിലും ആ ഒരു ഇരുട്ടും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അധികം റബ്ബർ തോട്ടത്തിലൊന്നും പോവാത്ത കാരണം ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ വെള്ളത്തിലൊന്നും കളിച്ച് രസിച്ചില്ല. ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ നല്ല തണവായിരുന്നു കേട്ടോ. വെള്ളത്തിന് മലയുടെ മുകളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണവായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചതേ നമ്മുടെ കാവ്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കാവ്യയുടെ വീട്ടിൽ അപ്പോഴേക്കും ദേ അച്ഛൻ പഴംപൊരിയും ബോണ്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുറച്ച് നേരം നിന്ന കാരണം വീണ്ടും വിശപ്പ് വന്നു. അപ്പോൾ ദേ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടോ, അധികം ഇനി വൈകിക്കേണ്ട, അമ്മയുടെ നിന്ന് ചീത്ത കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇതേ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കാണാം. ടാറ്റാ.